ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു മുട്ട ഗ്രേവിയുടെ റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ ആകുന്നതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുത്ത് അതിലേക്ക് അല്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് 3-4 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നാണ്. ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അരച്ചെടുത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെ സവോളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ ഇതിലേക്ക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇതിന് തക്കാളിയും ഉള്ളിക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പം ഈ ഒരു പാകമാകുന്നവരെ നമ്മൾ ഇതിനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കാവുന്നത് നമ്മൾ അരച്ച് വെച്ച അരപ്പാണ്. അപ്പം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അരപ്പും അതുപോലെ തന്നെ ഈ മസാലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അതുപോലെ നന്നായിട്ട് തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകി വരണം. നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ നിന്ന് തെളിഞ്ഞ് വരുന്നവരെ നമ്മളിതിനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം എന്താ ഈ ഒരു നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എടുത്തു വെച്ചാൽ ഞാനിവിടെ ഒരു 4 മുട്ടയാണ്, അതിനെ 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുട്ട കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം എന്താ നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.